Longevity depends on your ദീർഘായുസ് state of mind. നിങ്ങളുടെ You മാനസികാവസ്ഥയെ cannot only ആശ്രയിച്ചിരിക്കുന്നു. pump all the വൈറ്റമിൻസും മിനറൽസും vitamins or മാത്രം supplements in കഴിച്ചതുകൊണ്ടായില്ല. your body to keep നിങ്ങളുടെ you മനസ്സിന്റെ long. അവസ്ഥയെ നിങ്ങൾ You നല്ലപോലെ also ശ്രദ്ധിക്കണം. need to നിങ്ങൾ see സന്തോഷവാനാണോ? how your state of mind, വിശ്രമിക്കാറുണ്ടോ? how happy നിങ്ങൾ you are, നിങ്ങളുടെ how relaxed you നാഡീവ്യവസ്ഥയെ are, കൂടുതൽ how you ഊർജ്ജസ്വലമാക്കാറില്ലേ? energize your അതോ nervous system നാഡീവ്യവസ്ഥയെ more than you ഇല്ലാതാക്കുകയാണോ deplete it. ചെയ്യുന്നത്? All സോഷ്യൽ മീഡിയ, social media and all the ബ്രെയിനിലേക്കുള്ള bombardment ഉത്തേജനങ്ങൾ, of stimuli ഇതെല്ലാം to our തന്നെ brain, നമ്മുടെ we are നാഡീവ്യൂഹത്തിന് causing a big വലിയ toll on our ആഘാതമാണ് own nervous ഉണ്ടാക്കുന്നത് system. എന്ന് We നിങ്ങൾക്ക് don't give എല്ലാവർക്കും it അറിയാലോ. time to recuperate. എന്നിട്ടും Then you age നമ്മൾ very വേണ്ടത്ര fast. സമയം കൊടുക്കുന്നില്ല Maybe ഇതിൽ നിന്നും physically പുറത്തേക്ക് someone gets വരുവാനായി. young, but mentally ഇതുമൂലം I tell you, they നമ്മൾ start പെട്ടെന്ന് deteriorating very soon. വൃദ്ധാവസ്ഥയിലേക്ക് എത്തുന്നു. You see 60, 70 year people in their ശാരീരികമായിട്ട് 50s, കാണുമ്പോൾ they're so ചെറുപ്പമായിട്ട് തോന്നാം, confused. And എങ്കിലും the cognitive മാനസികമായി power starts നമ്മൾ reducing. No point പെട്ടെന്ന് in living long വൃദ്ധാവസ്ഥയിലേക്ക് without enough എത്തിച്ചേരുന്നു. cognitive sense. 50, 60, 70 വയസ്സുള്ളവരെ So I would ശ്രദ്ധിക്കുകയാണെങ്കിൽ say, അവരുടെ attending മനസ്സിന് to mind, യാതൊരു understanding, സ്വസ്ഥതയുമില്ല. understanding one's ഇതുമൂലം energy level, അവരിലുള്ള is very important to വൈജ്ഞാനിക ശക്തിയുടെ have നിലവാരം a longevity, തനിയെ not just കുറയാൻ longevity, തുടങ്ങുന്നു. a വൈജ്ഞാനിക happy ശക്തിയുടെ നിലവാരം കുറഞ്ഞുകൊണ്ട് you can live for വളരെ 100 years കാലം but ജീവിച്ചിരിക്കുന്നതിൽ miserable and wanting to see when I യാതൊരു will die. അർത്ഥവുമില്ല. Thinking of that every ഇതുകൊണ്ട് day. ഞാൻ പറയും, Rather you would say you നിങ്ങൾ don't even എല്ലാവരും feel the time നിങ്ങളുടെ മനസ്സ് when you are നല്ലപോലെ ശ്രദ്ധിക്കണം. engaging yourself in something അതുപോലെ meaningful in life. നിങ്ങളിലുള്ള Social service, ഊർജത്തിന്റെ spiritual അളവ് activity, all this വളരെയധികം should enrich your life and വർദ്ധിപ്പിക്കുകയും changes the quality of വേണം. life. ഇങ്ങനെയാണെങ്കിൽ I would rather emphasize on the നിങ്ങൾക്ക് quality of life ദീർഘായുസ് than the തനിയെ length of life. ഉണ്ടാകും. സന്തോഷത്തോടു കൂടിയിട്ടുള്ള ദീർഘായുസ്. നിങ്ങൾക്കൊരു പക്ഷേ 100 വയസ്സ് വരെയൊക്കെ ജീവിക്കാം. വിഷമിച്ചും മരണം എപ്പോഴാണ് എന്റെ മുമ്പിൽ വരുന്നത്, ഇതെല്ലാം ചിന്തിച്ച് ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലം നല്ല പ്രവൃത്തികൾ ചെയ്യുക, സേവ, ആത്മീയ കാര്യങ്ങൾ, ഇതിലെല്ലാം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെ നിങ്ങൾ ഉയർത്തൂ. ജീവിതത്തിന്റെ നിലവാരത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറയും. അല്ലാതെ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല. നിങ്ങൾക്കറിയാമല്ലോ, സുദർശനക്രിയ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള രോഗപ്രതിരോധ ശേഷി 5 മടങ്ങ് വർദ്ധിക്കുന്നു. ഇത് ശാസ്ത്രീയ ഗവേഷണം വഴി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ DNA-യിലുണ്ടൊരു ഘടകം ടെലോമെറീസ്. ഇത് സാധാരണ 20-21 വയസ്സാവുമ്പോഴേക്കും അതിൻ്റെ പ്രവർത്തനം തനിയെ നിൽക്കും. എന്നാൽ സുദർശനക്രിയ ചെയ്യുന്നവരിൽ, ശ്വസനക്രിയകൾ ചെയ്യുന്നവരിൽ ഈ പദാർത്ഥം വീണ്ടും പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് ശാസ്ത്രീയപരമായി കണ്ടുവന്നിട്ടുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. ധ്യാനം വളരെയധികം നിങ്ങളെ സഹായിക്കും. കൃത്യമായി ധ്യാനിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാർദ്ധക്യം നമ്മളിലേക്ക് വരികയില്ല. ഇതും ശാസ്ത്രീയ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്.